അപ്പം അങ്ങനെ പുതിയ ഒരു ദിവസവും കൂടി നമ്മൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഡൽഹിയിലെത്തിയിരിക്കുന്നു. ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഡൽഹിയിലെ കാഴ്ചകളാണ്. ഇത് നോക്കിയേ, നേരം വെളുക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഏകദേശം ഒരു 8 മണിയായി, നേരം വെളുത്തിന് 8 മണിയായി. ഇത് റോഡിൽ തിരക്കുകളൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡരികിൽ ഇരുവശത്തായിട്ട് നിൽക്കുന്ന വലിയ ഭീമാകരമായിട്ടുള്ള മരങ്ങളാണ്. ഈ തലസ്ഥാന നഗരം മരങ്ങളെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം വളരെ കഠിനമായിട്ടുള്ള ചൂടിൻ്റെ സമയമാണ്. പക്ഷെ ഇങ്ങനെ ആൽമരങ്ങൾ ഇത്രയും നല്ലൊരു പ്രൗഢിയോടെ നിൽക്കുമ്പോൾ പലർക്കും അതൊരു വഴിയാത്രക്കാർക്കൊക്കെ അതൊരു ആശ്വാസമാണ്. ഇപ്പം പലപ്പോഴും കൊച്ചിയിൽ എന്നിട്ടാണ് വലിയ മരങ്ങൾ വരുമ്പോൾ പലതും വെട്ടിക്കളയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തലസ്ഥാന നഗരിയിൽ ഞാൻ ബസ്സിലിരിക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു മരങ്ങളോടുള്ള സ്നേഹം. ഇത് കണ്ടില്ലേ, ഓരോ ആൽമരങ്ങളുടെ വണ്ണം, നല്ല വലിയ മരങ്ങളാണ് ഇവിടെ ചുറ്റും നിൽക്കുന്നത്. ക്യാമറാമാൻ ഒന്ന് കറക്കി കാണിച്ചു തരും നിങ്ങളെ. പ്രിയമുള്ളവരെ, നമുക്കറിയാലോ, അതായത് ഇന്ത്യയുടെ തന്നെ ലോകത്തിൽ തന്നെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും പഴയ പുരാതന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മെട്രോ നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ സ്ഥലങ്ങളിൽ 2ാം സ്ഥാനവും ഡൽഹി. പ്രിയമുള്ളവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരക ശിലകളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കും ഉദ്യാനവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നടന്ന് ഇന്ത്യ ഗേറ്റിലേക്ക് പോകാം. അതീവ സുന്ദരം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ ഇന്ത്യ ഗേറ്റിൽ വരണമെന്നുള്ളത്. അത് ഇന്നാണ് സാധിച്ചത്. 42 വയസ്സെത്തിയപ്പോഴാണ് അത് സാധിച്ചത് ഇന്ത്യക്കാരനായിട്ട്. ഇനി നമുക്കതൊന്ന് കാണാം.
സോറിയടാ. പ്രിയമുള്ളവരെ, ഒന്നാം ലോക മഹായുദ്ധത്തിലും അതുപോലെ തന്നെ അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ചു പോയിട്ടുള്ള ധീരരായിട്ടുള്ള സൈനികരുടെ ധീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകളാണ് പ്രിയമുള്ളവരെ, ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. അഭിമാനം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഇങ്ങനെ സിരകളിൽ അഭിമാനം, അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇന്ത്യക്കാരെന്നവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനം കൊള്ളുന്നൊരു നിമിഷം ഉണ്ടല്ലോ. സത്യമായിട്ടുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇത് നോക്കിയേ, അങ്ങറ്റം വരെ നമ്മൾക്ക് ഈ ചിത്രം അതിമനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ ചുറ്റുവട്ടത്ത് സ്ഥാപിച്ചിട്ടുള്ള ഉദ്യാനത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ചുറ്റുവട്ടം മുഴുവനും ഇങ്ങനെ വെള്ളത്തടാകവും അതോടൊപ്പം തന്നെ ഉദ്യാനവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരുപാട് അഭിമാനത്തോടു കൂടി, ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്വപ്ന സാക്ഷാത്കാരത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ തൊട്ടടുത്ത് വന്നു നിന്ന് ഇന്ത്യ ഗേറ്റ് കാണുവാനും അതൊക്കെ ആസ്വദിക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ യാത്രകളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഭാരതത്തിന്റെ ചരിത്രം പേറുന്ന ഈ സ്ഥലമായിട്ടുള്ള ഡൽഹിയിൽ നിങ്ങൾ വരണം. അതിൽ ഇന്ത്യ ഗേറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ, സീ യു.